നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനാണ്. ഞാൻ ഉണ്ണിച്ചേട്ടനുണ്ട്. ഹായ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അഗസ്ത്യാർകൂടം കയറാൻ വരുന്നത്. 2020 ഫെബ്രുവരി 3-4 തീയതിയിൽ ആദ്യമാകുന്നത്. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. എൻ്റെ സുഹൃത്ത് അജിൽ വി രാജൻ മുഖേന ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയൊരു അവസരമാണ്. കഴിഞ്ഞ സീസണിലും പല സീസണിലും ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിലാണ്. 8 മണി 9 മണി 10 മണിയാവും ഇവിടുന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ. തിരിച്ച് അതിരുമല ചെന്ന് ഇന്ന് ബേസ് ക്യാമ്പിൽ കിടക്കും. കാണിക്കാം. ഇതാണ് പിക്കറ്റ് സ്റ്റേഷൻ. ഇവിടുന്ന് ഈ വഴിയാണ് നടന്ന് പോകുന്നത്. നടന്ന് അഗസ്ത്യാർകൂടം. ഞങ്ങൾ രാവിലെ 3 മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു. രാവിലെ 7 മണിക്കകത്ത് എത്തി. 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വരും. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഈ വഴിയാണ്. ഇവിടെ എല്ലാം ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ വിടും. പ്ലാസ്റ്റിക് അങ്ങനെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം അവർ ഇതിനകത്ത് തന്നുവിടും. ടിഫിനകത്ത് തന്നുവിടും. ടിഫിൻ ബോക്സിനകത്ത് തന്നത്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഇവിടെയാണ് പരിശോധിക്കുന്നത്. പരിശോധിച്ച് ഇതുവഴിയാണ് നമ്മളെ വിടുന്നത്. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി ഇവിടെ ഇരിക്കുക. താമസിച്ച് പോയെന്ന് തോന്നുന്ന പ്രശ്നം ഉണ്ടാവില്ല. തന്നെയല്ല, അപൂർവമായിട്ട് കിട്ടിയ ഒരവസരമാണ്. കാനനഭംഗി ആസ്വദിക്കാൻ, അഗസ്ത്യൻ്റെ നെറുകയിൽ കയറാൻ രണ്ടാമത്തെ പ്രാവശ്യം. വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്തിനും നാശമുണ്ടാവും. എന്നാൽ തളിർക്കണം, പൂക്കണം, കായ്ക്കണം. ചുമ്മാ വളർന്നു നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിക്കറ്റ് സ്റ്റേഷനിൽ വന്ന് ആദ്യം ഇപ്പോൾ 7:30 ആഹാരം കഴിക്കുന്നത് ഞാനാണ്. ഞങ്ങൾ 7 മണിക്കെത്തി. ആദ്യത്തെ കഞ്ഞി വിളമ്പ് എനിക്കാണ്. ഇഡ്ഡലി സാമ്പാർ, നല്ല തടിയും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പേരെന്താ? ജയരാജ്. പാല. നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സേവ് ചെയ്തോളാം. നമ്പർ എന്ന് പറഞ്ഞാൽ 7306 ഞാൻ വിളിക്കാം. നമ്മുടെ ഒരു ഷാനുണ്ട്. അവൻ ഞങ്ങളുടെ കൂടെ വരുമെന്നാണ് തോന്നുന്നത്. ബാ ബാ ബാ, നിങ്ങളുടെ അഗസ്ത്യാർകൂടം വരെ വരുമെന്നാണ്. ബാ. ആണോ? ബിസ്ക്കറ്റ് ഉണ്ട്. റെക്കോർഡായില്ല, അതുകൊണ്ടൊന്നും എടുക്കുക. നമ്മുടെ അരുണിമയുടെ നേതൃത്വത്തിലാണ് ഈ ട്രെക്കിങ്. എല്ലാവരും അരുണിമയുടെ പിന്നാലെ വരണം. വീഡിയോ എടുക്കേണ്ടത് ഞാൻ മുന്നാലെയാണ്. ഞങ്ങോട്ടേക്ക് ഒരുപാട് മെഡിസിൻ പ്ലാന്റ്സിലെ ഏരിയ ആണ്. നന്നായിട്ട് വലിച്ചോളാം. ഫ്രഷ് എയർ മാറിക്കോളും. കാണാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും അവസാനത്തെ ബാച്ചായതുകൊണ്ട് ആ വിജനമായ ഈ വഴികൾ കാണാം. കാടിൻ്റെ സൗന്ദര്യം, കാടിൻ്റെ ശബ്ദം, ചീവീടുകളുടെ ശബ്ദം, ഇതെല്ലാം കാണാം, കേൾക്കാം. ഞങ്ങളുടെ വഴികാട്ടിയാണ്. ഞങ്ങളുടെ ഒപ്പം വരിക. വാ 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 വാ. ആ ആ
ഇത് ക്യാൻറ്റീൻ വീഡിയോ ക്ലിയർ ആയ ശരിക്കും കാണാൻ പറ്റും. പേപ്പാറ ഡാം ഇല്ലേ? ഡാമിൻ്റെ ഏരിയ ആസിയാർ ഗുണ ഏത് ഭാഗത്തായിട്ട് വരും? ഇവിടെ എങ്ങനെ ഇവിടെ മൂടി കിടക്കുന്നതുകൊണ്ട് ഒട്ടും ശരിക്കും. ശുദ്ധമായ വെള്ളമാണ്. ഇതാണ് വാഴപ്പയറ്റിയാറ്. ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വാഴപ്പയറ്റിയാറ്. വാഴപ്പയറ്റിയാറ്. ആ ലീഡറിന്റെ പിന്നിൽ വേണ്ട അണിനിരുന്ന ആൾക്കാർ വരികയാണ്. ഞങ്ങളുടെ ബാച്ച് എൻ്റെ പുറകെ വരുന്നു. ലീഡറിന്റെ ഗമിച്ച് വരുന്ന ശ്വാനൻ ബോണക്കാട് പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ പിന്നിൽ ആരെങ്കിലും ആണെങ്കിൽ അവൻ തിരിഞ്ഞു നിൽക്കും. ഒരു വെള്ളച്ചാട്ടം. Guys, come on. യാറ് കഴിഞ്ഞു. ഇതിപ്പോൾ അട്ടയാർ. ആഹാരമൊക്കെ കഴിച്ചു. ഇനി അങ്ങോട്ട് 5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ യാസിൻ. ഞങ്ങൾ അട്ടയാറിലിരിക്കുക. അട്ടയാറിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചു. ഏടുപോലെ അട്ടയാർ. എല്ലാവർക്കും ഉണ്ടല്ലോ വെളിയിൽ പോകുമ്പം അപ്പത്തോടെ ഇവിടെ കാണുക. അട്ടയാറ് കഴിഞ്ഞു. പുൽമേട് തുടങ്ങി. ഇനിയും കയറ്റമാണ്. ആ വഴിയെ കൂടാണ് കയറി പോകേണ്ടത്. കണ്ടോ?
ഉണക്കിന് പോലും വെള്ളം കിട്ടുന്നൊരു ചാലാണ്. പുല്ലുമേട് കഴിഞ്ഞു. പുല്ലുമേട് നല്ല മഞ്ഞുണ്ട്. കഴിഞ്ഞില്ല, ഓട് കിടക്കുന്നു. ക്യാമ്പിലെത്തുന്നതിന് മുമ്പായിട്ടുള്ള കഠിനമായ കയറ്റവും പാറക്കല്ലുകൾ. ഈ പാറക്കല്ലിനകത്തൂടെ വേണം കയറിപ്പാൻ. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പം കാട്ടിലൂടെ പോകുന്നത്. ഞങ്ങൾ അഗസ്ത്യ അതിരുമല എത്താറായി. അസ്യാരൂപത്തിന് താഴെ ബേസ് ക്യാമ്പ്. അന്നേരം ഇപ്പോൾ 5:15 12 മണിക്ക് തിരിച്ചതാണ്. 12 മണിക്കില്ലയോ? ഇപ്പം നല്ല മഞ്ഞുണ്ട്. ഈ നേരെ ഇരുട്ടി എൻ്റെ വിട്ടു 5:00 ആയുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒത്തിരി പേര് പുറകിലുണ്ട്, ഒത്തിരി പേര് മുന്നേ പോയി. ക്യാമ്പിലെത്താറായി. അഗസ്ത്യാർകൂടം നാളെ കയറിപ്പോകുന്ന വഴി ഇതാണ്. ഇത് അതിരുമല ബേസ് ക്യാമ്പിലോട്ട് പോകുന്ന വഴി. ഇങ്ങനെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ നല്ല മഞ്ഞാണ്. ഇവിടെ സ്നാക്സിൻ്റെ തിരക്കാണ്. ടോക്കണിലുള്ള എല്ലാവർക്കും കൊടുക്കണം. ഒരു ടോക്കൺ ഇതാണ് ക്യാമ്പ് ഷെഡ്. രാവിലെ എഴുന്നേറ്റു. ഫുൾ സമയം 7 മണിയാകുന്നു. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 7:30 ആകുമ്പോഴത്തേക്കാവും. ഞാനിങ്ങനെ ഞങ്ങളുടെ ഇതാണ് താമസിക്കുന്ന ബംഗ്ലാവ്. ബംഗ്ലാവല്ല, ഇതൊരു ടിൻ ഷീറ്റ് അടിച്ച ഇതാണ്. ഇവിടെയാണ് ഞങ്ങൾ രാത്രി കിടന്നത്. ഇനി ഒരു രാത്രിയും കൂടെ കിടക്കണം. കണ്ടാൽ നിങ്ങളൊക്കെ പറയും അഭയാർത്ഥിക്കാമെന്നൊക്കെ പറയും. അതൊന്നുമല്ല, ഇവിടെ കിടന്നാൽ ഉറങ്ങുന്ന അറിയത്തില്ല. അത്രയ്ക്ക് ക്ഷീണത്തിലാണ് വന്ന് കിടക്കുന്നത്. ഉണരാനാ ബുദ്ധിമുട്ട്. ഇത്രയും സുഖം, ഉറക്കത്തിന് സുഖം മറ്റൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു മൊബൈലിനും റേഞ്ചില്ല. ജിയോയ്ക്ക് മാത്രമേ ഉള്ളൂ റേഞ്ച്. അത് ഒരു പ്രത്യേക കോർണറിൽ മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരും റേഞ്ച് പിടിക്കാൻ ഇവിടാണ്. വീട്ടുകാരെയും ഒക്കെ വിളിക്കാൻ എല്ലാവരും ഇവിടാണ് റേഞ്ച് കിട്ടുന്നത്. ഇതുവഴി പോയാൽ കുളിക്കാനുള്ള ആറ്റിപ്പാൻ ഞങ്ങൾ പോകുന്നുണ്ട്. ബാത്റൂം ഫെസിലിറ്റി എന്ന് വെച്ചാൽ അതുകൊണ്ട് ആ ദൂരെ കാണുക ബാത്റൂം. ടോയ്ലറ്റും ഉണ്ട്, ബാത്റൂമുണ്ട്. പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീനൊക്കെ കാണിക്കാം. ക്യാൻറ്റീനല്ല, ക്യാൻറ്റീൻ പോലെ. ഒരാൾ വരുന്നു, അർജുൻ. എല്ലാം കഴിഞ്ഞൊരു സന്തോഷമായിട്ട് വരിക. എല്ലാം കഴിഞ്ഞ് സന്തോഷം. നമ്മളിനി കാണാൻ പോകുന്നത് വരുന്ന വഴി തന്നെയാണ് ക്യാൻറ്റീൻ.
ആ ക്യാൻറ്റീൻ പിന്നെ കാണിക്കാം. ഇവിടെ ആഹാരം കഴിക്കുന്നത് വെച്ച് കാണിക്കാം. അഗസ്ത്യമല ഇവിടെ നിന്ന് കാണാം, പക്ഷേ മഞ്ഞായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അഗസ്ത്യമല ദൂരെയാണ്, അവിടെ മഞ്ഞ. രാവിലെ കടിഞ്ചായ റെഡിയായി. കടിഞ്ചായ അത് കുടിച്ചു. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഇതൊന്നും ആയിട്ടില്ല. എഴുതേക്കാവും. ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ എല്ലാം കിടങ്ങ് പിടിച്ചിട്ടുണ്ട്, വന്യജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതിൻ്റെ ക്യൂ ആണ്. പൂരി, അല്ല ഗ്രീൻ പീസ്, പൂരിയും ഗ്രീൻ പീസ് കറി. വാമപ്പൊന്നും വേണ്ട, ഇന്നലെ വാമപ്പൊക്കെ കഴിഞ്ഞാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. എൻ്റെ പിന്നാലെ വരൂ. പിന്നെ വരൂ, എൻ്റെ പിന്നാലെ വരൂ എല്ലാവരും. ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് അഗസ്ത്യാർകുളം കയറുകയാണ്. അഗസ്ത്യാർകുളം കയറുന്ന ദൃശ്യമാണ് ഇനിയും കാണാൻ പോകുന്നത്. മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തിരിയുന്ന സ്ഥലം വന്നത് ആ സ്ഥലത്തു നിന്നാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് തിരിയുന്നത്. ഇവിടെ അഗസ്ത്യമുനിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം. അഗസ്ത്യമുനി നമ്മളെ നന്നായി കയറ്റണേ. എല്ലാ സ്ഥലങ്ങളും സുന്ദരമാണ്. അതുകൊണ്ട് ഏത് സ്ഥലമാണ് കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വെള്ളം കുടിച്ചോ? അയ്യോ എന്തുവാ അർജുൻ എന്തുവാ ഈ ആവേശം കാണിക്കുന്നത്? ഞങ്ങൾ ഈ വെള്ളമൊക്കെ നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇത് കുടിച്ചാൽ മിനറലെല്ലാം ഉള്ള സമ്പുഷ്ടിയുള്ള വെള്ളമാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടുത്തെ നാടാണിപ്പാറയിലെത്തി ഞങ്ങൾ. നാടാണിപ്പാറ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 3.5 കിലോമീറ്റർ ഉണ്ട്. സുന്ദരമായ ദൃശ്യമാണ്.
ഫെബ്രുവരി മാസത്തിൽ വന്നാലെല്ലാം കാണാം. ഫെബ്രുവരി ആ സീസൺ സമയം. ഹായ് കരിവീരൻ ഗജവീരൻ കരി കലക്കുന്ന കുളം. അടിപ്പൂക്കുറ്റി അടി ബൊമ്മാലെ. അങ്ങനെ ടീമിലുള്ള ആൾക്കാരെ കൂടെ കാണിക്കാൻ ഭീകരമായ കാറ്റാണ്. ഞാൻ റെയിൻകോട്ടും എല്ലാം തുണിയെല്ലാം എടുത്ത് കളഞ്ഞ് ഒരു നിക്കറും ഞാനും മാത്രമേ. അതാ സുഖം. കയറ്റം കയറാൻ എന്താ വലിയ പിടുത്തമാണ്. ഒത്തിരി ജാക്കറ്റും കുന്തവും കുറച്ചേറും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ നല്ല പിടുത്തമാണ്. ഫ്രീ ആയിട്ട് ഇനി കുറച്ച് ദൂരം ഇതുപോലുള്ള ഇതാ കഴിയണ്ട. ഒരു പാറയിൽ നിന്ന് ഒരു പാറയിലോട്ട് ചാടി ഇറങ്ങിയ കണ്ട. ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട്. റോപ്പെ പിടിച്ച് കയറേണ്ടവർ കയറാം. കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. കാടിൻ്റെ നടുവിൽ മലമുകളിൽ ഞാൻ ഒറ്റയ്ക്ക്. മല കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനം കയറണം. മറ്റുള്ളവർ കയറുന്നത് നോക്കി കയറരുത്. ചില ചാടിക്കയറും, ചില ഓടിക്കയറും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ സ്റ്റാമിന അനുസരിച്ച് സൈഡൊക്കെ നോക്കി അതൊക്കെ വേണം കയറിപ്പോകാൻ. മറ്റുള്ളവർ ചെയ്യുന്നതനുസരിച്ച് ചാടാൻ പോകരുത്. അപകടമാണ്, അത്യാപത്താണ്. ഹൃദയമിടിപ്പൊക്കെ നോക്കി പതുക്കെ വേണം വരാൻ. എൻ്റെ കൂടെ വന്നവർ പലരും പുറയിലുണ്ട്, കുറച്ച് പേര് മുന്നിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പതുക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും നോക്കാൻ പോയാൽ പറ്റത്തില്ല. റോപ്പിൽ കയറുന്ന ദൃശ്യമാണ്. ആദ്യത്തെ റോപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ ദൃശ്യം എടുത്തായിരുന്നു. 2 പാറകൾ പൊട്ടിക്കേറിയിരിക്കുന്നു. ഈ പാറയിൽ നിന്ന് പൊട്ടിക്കേറിയത് ഇതാണ് അഗസ്ത്യാർ കൂടത്തിലേക്ക് കയറിയാണ്. ഇതിൻ്റെ ഫൈനൽ റോപ്പ. 2 സൈഡിലും ആകാശം.
ഇതോടെ പോട്ടെ കാല് കാല് നമ്മളെത്തി. മുന്നാടി വിട്. We achieved. sea level. കുനിഞ്ഞ് പോട്ടെ, കുനിഞ്ഞ പാമ്പര, കുനിഞ്ഞ പാമ്പ്. കുഞ്ഞു പോയാലോ ബാലൻസ് പോകും. മതി ബ്രീത്ത് എടുത്ത് പതുക്കെ മതി ഇതാ. നിങ്ങളുടെ ആസ്യാഗ്രം ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. റോപ്പില്ലാതെ റോപ്പില്ലാതെ കണ്ടാൽ തോന്നുന്നത് വലിയ കയറ്റവരാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ. മുകളിൽ കയറിയിട്ട് എങ്ങനെ എടുക്കണേ? അല്ല, മുകളിൽ കയറി അത് നിങ്ങൾ പോവല്ല കേട്ടോ. ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കണേ കേട്ടോ. ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കണം മുകളിൽ കയറിയിട്ട്. ഫോട്ടോ എടുപ്പ. ഓക്കെ, പോരട്ടെ പോരട്ടെ. അങ്ങനെ അഗസ്ത്യൻ്റെ നിറയിലേക്ക് കയറിയാണ്. റോപ്പേൽ വലിഞ്ഞ് കയറി, സ്ത്രീകൾ വരെ കയറി. ഒരനുഭവമാണ്. ആ കയറുമ്പോൾ ഒരു ചെറിയ വെപ്രാളമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു നെഞ്ചെടുപ്പ് വരും, ശ്വാസം ക്രമം മാറും. ശരിക്കും അഡ്വഞ്ചറസ് തന്നെയാണ്. മനസ്സാന്നിധ്യം ഇല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. നിറയിലേക്ക് കയറിയ ഇത് രണ്ടാമത്തെ പ്രാവശ്യം അഗസ്ത്യ മുനി സഹായിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ്.
കേരളത്തിലെ രണ്ടാമത്തെ കൊടുമുടിയാണ്. രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടി ആനമുടി കഴിഞ്ഞാൽ. ഹായ് ഹായ്. ரோப்பு அப்புறம் மேலே அவ்வளோ. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയാണ്. ഡെസ്റ്റിനേഷൻ തൊട്ട് മുമ്പില്ല. We have reached. If we cross this, this is over. അവസാനത്തെ റോപ്പാണ്. ഇവിടെ കഴിഞ്ഞാൽ സഖ്യൻ്റെ മുകളിലെത്തി. രണ്ടാമത്തെ റോപ്പിൻ്റെ അത്രയും ഇല്ല. സഖ്യൻ്റെ മുകളിലെത്തി. സഖ്യൻ്റെ അല്ല, അഗസ്ത്യ ഗൗരവത്തിന്റെ മുന്നിൽ. താങ്ക് യു മനുഷ്യന് എല്ലാവിധ ആശംസകളും. എന്ത് ഞങ്ങളുടെ കൂടെ വന്ന പ്രായമുള്ള ആള് ആ എല്ലാം ഞാൻ പൂരി കളഞ്ഞു. സർവസംഘ പരിത്യാഗിയായി. ഓക്കെ
അസ്ഥിയാർകുളത്തിന്റെ നെറുകയിലാണ്. നല്ല സന്തോഷമാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. എല്ലാവരും വിചാരിക്കും ഞാൻ ഉടുപ്പിടാൻ നടക്കുന്നത്. ഒഡിഷയൊന്നുമല്ല. ഉടുപ്പിട്ടാലും നനയും, ഇല്ലേലും നനയും. റെയിൻകോട്ട് ഇട്ടാലും നനയും, ഇല്ലേലും നനയും. അങ്ങനെ പിന്നെ ഇതൊന്നുമില്ല, ചുമ്മാ ഫ്രീ ആയിട്ട് വന്നാൽ ഒരു പ്രശ്നമില്ല. നല്ല രസമുണ്ട്. ഞങ്ങളൊക്കെയാണ് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാർ, ബാക്കിയെല്ലാം ചെറുപ്പക്കാരാണ്. ഞാനും ഉണ്ണിച്ചേട്ടൻ നോക്കിയാണ് വന്ധ്യ വയോധികൻ. ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ്. എല്ലാം ചെറുപ്പക്കാരാണ്, മൊത്തം ചെറുപ്പക്കാരാണ്. ആഹാരം മാത്രം പ്രിയങ്കരമായ മനുഷ്യർ പക്ഷെ നമുക്ക് തരുന്നുണ്ട്. നന്ദി. ഞങ്ങൾ ടീം നല്ല ഒരു യാത്രയായിരുന്നു. ഞങ്ങളുടെ ടീം ലീഡർ അരങ്ങനെയാണ് ഏറ്റവും മുന്നേ കയറിപ്പോയത്. മറ്റേ മത്തായി കണ്ടോ? സ്റ്റാർട്ട്. ഓരോരുത്തർ ഡാൻസ് ചെയ്തോ. നന്ദി. എടുത്ത ആളുടെ ഇതുപോലെ താങ്ക് യു. പൊങ്കാലപ്പാറ കഴിഞ്ഞുള്ള സ്ഥലമാണ്. ഇതെൻ്റെ ഹൈക്കിംഗ് സ്റ്റിക്കാണ്. ഹൈക്കിംഗ് സ്റ്റിക്കിൻ്റെ ചെറിയ ദ്വാരം ഓടക്കുഴി പോലുള്ളതാണ്. ആ ദ്വാരത്തിലൂടെ ശക്തമായി കാറ്റടിക്കുമ്പോഴുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ആ ദ്വാരത്തിൽ കൂടെ കാറ്റ്, ഒരു കൊടുങ്കാറ്റടിക്കുന്ന രീതിയിലുള്ള കാറ്റാണ് അടിക്കുന്നത്. പുതിയത് എടാ 8 ലിട്ട് അന്നേരം കുഴപ്പമില്ല. സാധനം കിട്ടില്ലാവും. 5 ലിട്ട് 5 വെള്ളത്തിന് നമുക്ക് തണുപ്പ് കൂടുതലായിട്ടാ. നമുക്ക് ഞങ്ങൾ 12:30 അഗസ്ത്യാർകൂടത്തിൽ നിന്ന് കയറി. നല്ല മഴയായിരുന്നു കയറിയപ്പം ഇറങ്ങിയപ്പോഴും. 4:10 ക്യാമ്പിലെത്തി. 4:10 തന്നെ ക്യാമ്പിലെത്തി. സന്തോഷകരമായിരുന്നു. നല്ല ഒരു കടമ്പ കഴിഞ്ഞ യാത്രയായിരുന്നു. നാളെ ഞങ്ങൾ തിരിക്കുന്ന ഇന്നത്തെ അത്താഴമാണ്. കഞ്ഞിപോക്കോ നിറച്ച് കഴിച്ചോണേ.
ഞങ്ങളോടൊപ്പം ബോണക്കാട്ടു നിന്ന് അതിരുമല വരെ വന്ന ശ്വാനനാണ്. ഇവൻ അഗസ്ത്യാർകൂടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ഇന്ന് അവസാനത്തെ ദിവസമാണ്, 23-ാം തീയതി. ഇന്ന് തീരെയാണ്. ഞങ്ങളൊരു അടുത്തുള്ളൊരു നദിയുണ്ട്, അവിടേക്ക് പോവാണ്. കാണിക്കാം, വരൂ. അതിന് അർജുൻ, ഉണ്ണിച്ചേട്ടൻ എല്ലാവരും മുൻപേ ഗമിക്കൂ, ഞാൻ പിൻപേ ഗമിക്കാം. അതിന് ചാടിക്കിടക്കൂ. ഓണക്കാട്ടി എന്നിട്ട് ചാടിയാൽ മതി. എനിക്കായാലും ഇതിനകത്ത് കയറുന്ന പ്രശ്നമാണ്. നല്ല വ്യൂ ആണ്. ഇതുവഴിയാണ് ആറ്റോട്ട് പോകുന്നത്. ബാ ചേട്ടാ, ബാ ചേട്ടാ, ചേട്ടാ ബാ ആറ്റിൽ ബാ. ഇപ്പോഴേ വലിയ മല ഇറങ്ങിയിട്ട് വന്നിട്ട് ഇപ്പം ഇത് കാണുന്നത് ചെറിയ. അതെ അതെ, നീ വീട്ടിൽ നിന്നിട്ട് മടി വേണമെന്നുള്ള. അല്ല, എനിക്ക് 2 സാധനം ഇല്ലേ, ഇതും പിടിക്കണ്ടായോ? ഇവിടെ ഒരു ആറുണ്ട്, ആറ് കാണാനാണ് പോകുന്നത്. ഇതിവിടെ കാണാൻ പോയാലേ അതെ രസം. അതെ അതെ, പിന്നെ ഇവിടെ വരുന്നല്ല അവിടെ വരും. നമ്മളിത് അവിടെ കാണാതെ പോയാലേ. ആഹാ, സഹ്യ പർവ്വതത്തിൻ്റെ ഓരോ നിരകളാണ്. ആ, ഇത് കാണുന്നത് നമുക്ക് തോന്നും കുറച്ച് ദൂരം കാണുന്നു, കുറച്ച് ദൂരം കാണുന്നു ഇല്ലയോ? ഇത് കാണുന്നത് നമുക്ക് തോന്നേ കുറച്ച് ദൂരം കാണുന്നു. എനിക്ക് ഇതിൻ്റെ ഈ മരല്ല, ഇതിൻ്റെ അപ്പുറത്തെ കണ്ടില്ല. ഞങ്ങൾ അന്ന് വന്നല്ലേ വന്നതാ, ഒന്ന് വിളിക്കാൻ വെച്ചതാ. അവർ വന്നില്ല അല്ലേ? തൃശ്ശൂർക്കാരനല്ലേ അവനെ എനിക്കൊന്ന് അത്തായി വരും. സൺഫ്രഷ് എടുക്കാൻ പറ്റും. വേണേ ഇവിടെ നിന്ന് കുളിക്കാം. പുറത്തേക്കാം, എന്ത് ഒരു പുറത്തേക്ക് കുളിച്ചാൽ പറ്റും. ഇവിടെ കുളിക്കുന്നതിൻ്റെ അനുഭവം വഴി കിട്ടും. ഇങ്ങനെ തോർത്തിട്ട് കയറിയാൽ മതി. ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാതെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാം. പ്രശ്നം ഇതുവഴിയാ കൊണ്ട് വിശാലമായ വഴിയല്ല. ഓഹേ ഓ ഓഹോ നനഞ്ഞ ഒരു കുന്നായി നമുക്കാൻ പാറക്കൂടി നനഞ്ഞെല്ലാം കൂടെ ഒരു കുന്നായി. അതെല്ലാം കൂടെ ഓരോ കയറ്റി എല്ലാം നടന്നു. അപ്പുറത്തായിരുന്നു പോകും. പക്ഷെ വിശാലമായ വഴി കാണിക്കുന്നു. അതിവിശാലമേ സിന്ധു, അതിലൊരു ബിന്ദുവിൽ ഞാൻ, അതിൽ ജനിച്ച അതിൽ വളർന്ന അതിൽ നശിപ്പൂ.
ഇവിടെ എല്ലാം ആറാ ചേട്ടാ, ഇതൊക്കെ ആറാ. പക്ഷെ അപ്പുറത്തൂടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. നോടെ നിൽക്കേ. അപ്പുറത്തൂടെ വഴിയാ. വേറെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ആണ്ടൊരു പൂവ് ഒരു ഫോട്ടോ എടുത്ത് തരും. പിന്നെ എന്താ ആ ഒരു വിഷമം മാറി കിട്ടി. വിഷമം മാറി കിട്ടിയില്ല. ഇതില്ലേ ലാൻഡ്സ്കേപ്പില് അങ്ങനെയല്ല, ഇങ്ങനെ പാറയ്ക്കകത്ത് ഇപ്പൊ എന്നാലും എന്നെ ഒറ്റയ്ക്ക് വിടാൻ നിങ്ങൾക്ക് ഒരു മനസ്സ് ഒന്നല്ലോ. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇവിടെ ഇവൻ്റാൻ ഇവിടെ തന്നെ ഞങ്ങൾ വന്നതേ. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നദിയാണ്. നദിയെന്ന് തന്നെ പറയാം. ഏത് നദിയാണെന്ന് അറിയത്തില്ല. നല്ല വെള്ളത്തിൽ കുളിക്കുക. നല്ല തണുപ്പാണ്, കൊടും തണുപ്പ്. ലൈവല്ല, ഇത് റെക്കോർഡ് ചെയ്യാം. ഇറങ്ങുന്നോ ഇവിടെ? ശുദ്ധമായ വെള്ളമാണ്. അങ്ങനെ കുളി കഴിഞ്ഞു. ഇനിയും ഞങ്ങളിനി പതുക്കെ തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കുറേ പേരൊക്കെ വന്ന് നിൽപ്പുണ്ട്. ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക്. ഇന്ന് 23-ാം തീയതി ഞങ്ങളുടെ ക്യാമ്പ് തീരുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. ഞാനും കയറി പോകും.
എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാനുള്ള തിരക്കിലാണ്. ബാ അർജുൻ ബാ. നിങ്ങൾ പിന്നെ ഇറങ്ങല്ലേ? അല്ല ഇവര് 3 മാസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഇറങ്ങിയാണ്. താങ്ക് യു അഗസ്ത്യാർകൂടം. ഞങ്ങള് വന്നു 3 ദിവസത്തെ ട്രിപ്പ് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് 3 ദിവസം ഞങ്ങൾ തിരിച്ച് ബോണക്കാടിലേക്ക് പോവാണ്. അവിടുന്ന് ഇത് ഞങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് പോകും. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ട്രക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ഈ ടീം വളരെ സൗഹാർദ്ദപരമായിരുന്നു. ടീം ക്യാപ്റ്റൻ അരുണിമയാണ് നമ്മുടെ സെന്റർ പോയിന്റ്. ശരി, പില്ലർ ഞങ്ങളുടെ പില്ലറാണ് പില്ലർ. മംഗൾദീപിന്റെ അല്ല സൈക്കിളാട്ടോ. അടിപൊളി അടിപൊളി. സുന്ദരി സിന്ദൂരല്ല അതിനെന്താ പറയാ? ഗോപി ഗോപി എന്നെ കൂടെ തൊടിപ്പിച്ചത്. ജിമ്മാമൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ എൻ്റെ അല്ല ബസ് സ്റ്റാൻഡിൽ പോകുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിൻ്റെ ഒന്ന് താത്തേ ചെക്കുറ്റിക്ക് ഒരു അടിയും പരിപ്പ് പോകും. ഈ ഗ്രൂപ്പിന്റെ ഐശ്വര്യവും നമ്മളെല്ലാവരും. ആ ദൂരെ കാണുന്നതാണ് പേപ്പാറ ഡാം. അതാണോ പേപ്പാറ ഡാം? പേപ്പാറ ഡാം കണ്ടോ? ഇത് കൂടെ കാണുന്നുണ്ട് ശരിക്കും. അതാണ് പേപ്പാറ ഡാം. ഞങ്ങൾ പുൽമേട്ടിലിറങ്ങി പുൽമേട്ടിലെത്തി. അവിടെ എത്തിയോ? സംശയം. എവിടെ പോയ എവിടെ പോയ ഞങ്ങള്? കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ഒരു ഈന്തപ്പഴമാണ്. അതെ, ഇത് പഴുത്ത് പാകമായിട്ടില്ലേ നമുക്ക് കഴിക്കാം, കഴിച്ചു നോക്കാം. മധുരമുണ്ട്. ഇത്തിരി മധുര അതെ. പക്ഷെ ബാക്കിയൊക്കെ പറിച്ചു പോയി എല്ലാരും. ഇത് വേണ്ട ഉറുമ്പ് ഒന്ന് കഴിക്കുന്നുണ്ടോ മധുരം കൊണ്ടേ? കഴിച്ചു നോക്കി, അതെടുത്ത് നോക്കി. ചേട്ടൊന്നും ടേസ്റ്റ് നോക്കി. ഇതങ്ങ് പറിക്കാം നമുക്ക്. നല്ല സ്മെല്ല. പച്ച പറിക്കണ്ട, പച്ച വിഷയ ചേട്ടനോട് മധുര ഈന്തപ്പഴത്തിന്റെ ഒരു ഇല്ല ഇത് കിട്ടുന്നില്ല. ഉറുമ്പ് തന്നേക്കാം. പുളി കൊടുക്കുക ഇലഞ്ഞി. എന്നാ സ്മെല്ലാ, നല്ല സ്മെല്ലാണ്. മേളിൽ വന്നപ്പോഴേ നമ്മള് ഇലഞ്ഞി പൂവ് ചേട്ടാ സ്മെല് ചെയ്തൊക്കെ ഒരു ഉണ്ട്, അറിയാം. നമുക്കവിടെ നാട്ടിലുണ്ടല്ലോ. ഇത് മാല ഓർക്കും. ഇതെടുത്തിട്ടല്ലേ
തിരികെ വരുന്ന വഴി വാഴപ്പൈത്തിയാർ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു. ആ ദൃശ്യങ്ങളാണിത്. Oh,